ഇന്ന് ഞങ്ങള് തേൻ നോക്കി ഇറങ്ങിയതാണ്. എന്നപ്പെട്ട പോവല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് ഇറങ്ങി നടന്നാലൊക്കെയാണ് നമുക്ക് തേനൊക്കെ കിട്ടുക. ഇപ്പൊ മാർച്ച് ലാസ്റ്റ് മുതൽ ഏകദേശം നമുക്ക് ഒരു മെയ് മാസം പകുതി വരെയൊക്കെ അല്ലേ വിജയേട്ടാ? മെയ് പകുതി വരെയൊക്കെ അല്ലേ നമുക്ക് തേൻ കിട്ടുക? ഒരു മെയ് പകുതി വരെയൊക്കെ മഴ തുടങ്ങുന്ന വരെയാണ് നമുക്ക് തേന കിട്ടുന്ന സമയം കേട്ടോ. അതാ പീക്കിരി ഉണ്ട്, വിജയേട്ടുണ്ട്, അപ്പേട്ടുണ്ട്, എല്ലാരും ഉണ്ട്. ഇതാ നമ്മളെ ഡോഗ്. അപ്പൊ നമുക്ക് എങ്ങനെ പോവാ? ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഉറപ്പൊന്നുമില്ല. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ, നമ്മള് മരപ്പത്തുനിന്ന് നമുക്ക് തേൻ കിട്ടുന്നതിന്റെ ഒക്കെ. അപ്പൊ അതിന് നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എന്തായാലും ഇങ്ങനെ നോക്കി നോക്കട്ടെ. പിന്നെ തേൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് രസമല്ലല്ലോ വിജയേട്ടാ, ഇങ്ങനെ നടക്കലും രസമാണ്. അതെ. അപ്പൊ റിച്ച നോക്കി പാട്ടോ, നല്ല കട്ടിങ് ഉണ്ട്, പാറയൊക്കെ ഉള്ളതാണ്, ശ്രദ്ധിച്ചു വരണം കേട്ടോ. സംഭവം രസാക്കാലോ അല്ലേ? ഇന്ന് മഴക്കാറുണ്ടല്ലോ വിജയേട്ടാ. ചിലപ്പോ വൈകുന്നേരം മഴ പെയ്യും. അപ്പൊ ഞങ്ങളങ്ങനെ നോക്കട്ടെ, എവിടെയും കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ തെരഞ്ഞ എവിടെയെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും. സംഭവം നമ്മളെ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇന്നലെ നമ്മൾ മരപ്പൊത്തിലാണെങ്കിൽ ഇന്ന് കണ്ടിട്ടുള്ളത് പാറയുടെ പൊത്തിന്റെ ഉള്ളിലാ. അപ്പൊ കറക്റ്റ് ആയിട്ടൊന്നുമില്ല, ഇതിന്റെ ഉള്ളിൽ ഈച്ച പാറുന്നുണ്ട്. ഇപ്പൊ റിച്ചുവിന് എനിക്ക് കുറച്ച് ധൈര്യമായില്ലേ? ഈച്ചണ്ടോ അതിന് ഈച്ച കിടക്കുന്നത് പാറിയിരുന്ന് അവിടെയൊക്കെ ഈച്ചനെ കാണാം. അപ്പൊ ഈ പാറേന്റെ ഉള്ളിലുള്ളത്, പാറയല്ല മണ്ണിന്റെ ഉള്ളിലായിരിക്കും, പക്ഷെ പാറയും ഇതൊരു പൊത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ താഴേന്ന് നമുക്കിത് എടുക്കാൻ പറ്റില്ല. ബിജുവേട്ടനും പീക്കിരിയൊക്കെ മുകളിൽ നോക്കുന്നുണ്ട്. ഇവർക്കേ കറക്റ്റ് അറിയുള്ളൂ കേട്ടോ അതൊക്കെ. അപ്പോട്ടാ ഇതിങ്ങനെ കിട്ടൂലല്ലോ അടിയിന്ന്. മുകളിലാ സംഭവം. ഇന്നലെ നമ്മളെ അടുത്ത് കമ്പിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? കമ്പി അവിടെ ഇട്ട് പോകുന്നുണ്ടേ, അത് പോയിട്ട് എടുക്കണം. എന്റെ കയ്യിൽ കമ്പി ഉണ്ടായിരുന്നു, ഞാനവിടെ മറന്നു വെച്ച്. ഒരിതാ നല്ല കമ്പ് വെട്ടിയിട്ട് പീക്കിരിയൊക്കെ പണി തുടങ്ങി. ഇവിടെ എടുത്ത് നിൽക്കാൻ പേടിയാ. ഈച്ച പാറി കയറുന്നുണ്ട്. അതല്ല ഒന്നും ചെയ്യില്ല. ഇവരുണ്ടെങ്കിൽ നമുക്ക് നല്ല ധൈര്യ, ഒന്നും ഇവിടെ ചെയ്യൂല. നമുക്ക് ഇവിടെയൊക്കെ ഒന്നിങ്ങനെ കുഴിച്ച് നോക്കണം കേട്ടോ. മരത്തിലാവുമ്പോൾ നമുക്ക് കോടാലിയൊക്കെ വേണ്ടത്. ഇതാകുമ്പോ ഇങ്ങനെ കമ്പോ അല്ലെങ്കിൽ കമ്പീന്റെ കഷ്ണം ഉണ്ടാവും ഇവരുടെ കയ്യില്, അതെടുത്തിട്ട്. ഇന്ന് എടുത്തില്ലല്ല കമ്പി, ഇന്നലെ ഞാനവിടെ മറന്നു വെച്ചിരിക്കുന്നത്. വേറെ ഉണ്ടായിരുന്നോ? മറ്റേത് പോയി എടുക്കണം കേട്ടോ അവിടെ. ഞാന് തേൻ കിട്ടിയ സന്തോഷത്തിലേ കമ്പി അവിടെ വെച്ചിട്ടാണ് തേൻ വാങ്ങി അല്ല അട എടുത്തത്. അങ്ങോട്ടൊരു പൊത്താക്കിയിട്ടുണ്ടല്ലോ പീക്കിരി. നല്ല റിസ്ക് ആട്ടി പരിപാടിയൊക്കെ. മരത്തില് വേറെ ടൈപ്പില്, ഇതാകുമ്പോ കണ്ടില്ല ഇങ്ങനെ കുഴിക്കണം. അപ്പൊ ഇവിടെ നോക്കുകയാണ് ഇത് ഏത് ഭാഗത്തൊക്കെയാണ് കുട്ടികള് പോയിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മള് ഫ്രണ്ട് കാണുമ്പോ ഒരു പാറയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈച്ച പോകുന്നു മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഇവിടെ കല്ലുണ്ട് അല്ലേ? ഈ കല്ലിന്റെ ഗ്യാപ്പിലായിട്ടുള്ളൂ. ഈ കമ്പ് പറ്റൂല, കിട്ടുവോ? ഇതൊരു പാറ അല്ല കല്ലല്ലേ? ഇതിന്റെ ഉള്ളിലാണല്ലേ അല്ലേ? പക്ഷെ ഈ കല്ല് മാറ്റിയാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ പോയി വടി എടുത്തിട്ടാണ്. വലിയ വടി വേണോ? ഇങ്ങനത്തെ കമ്പന്നെ മണ്ണുള്ള. ഞാൻ പോയിട്ടേ കമ്പ് എടുത്തിട്ട് വരാം. ഞാൻ പോയിട്ട് കമ്പ് എടുത്തിട്ട് വരാം. അപ്പൊ എന്നാ നോക്കട്ടെ കേട്ടോ. സംഭവം എന്താ വിജയേട്ടാ, കിട്ടിയോ? ഇത് നോക്കടാ, തേനിന്റെ ആട്ട ഫുള്ള് തേനാട്ടോ. ഒന്നുമില്ല, നിറച്ച് തേനായി കാണുന്നു. കഴിക്കട്ടെ. ബീഗിലാണോ? ബീഗിൽ കഴിച്ചാൽ അത്രയും ഫുള്ള് തേനുള്ള ചെറിയ അടയാണെങ്കിലും ഫുള്ള് തേന. ഇത് ഈച്ച പാറുന്നതാ. ഈച്ച നോക്ക്,
ബക്കറ്റ് ആദ്യം എടുക്കാം. ഈച്ച നോക്കി, ഈച്ച കുത്തുവോ? എന്താ തേൻ, എന്താണ് കേട്ടോ തേൻ. ബക്കറ്റ് വെക്കട്ടെ കേട്ടോ, കാണിച്ചോ. ക്ലീൻ ചെയ്യണോ? എന്നാ നോക്ക്, പീക്കിരി വെച്ചോട്ടെ നോക്കിട്ട്. ഇത് ഉണ്ടോ അതിൽ ഏകദേശം? ഇല്ലാത്ത ഒഴിവാക്കുന്നുണ്ട് അല്ലേ? ഇല്ലാത്ത ഭാഗം പീക്കിരി ഒഴിവാക്കുന്നുണ്ട്. എന്താ ചേച്ചിക്ക് എടുത്ത് കൊടുക്കുക. ചേച്ചി നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നു. ഇവിടെ വേറെ ഈച്ച കുത്തുവോ? പീക്കിരി വാങ്ങിക്കും ഞാൻ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട്. ചേച്ചി കറക്റ്റ് നോക്കിയിട്ട് പൊട്ടിച്ചിടി. മണ്ണാവാതെ നോക്കണം അല്ലേ? ഇതാ ഇതിലൊക്കെ ഉള്ള തേന അല്ലേ? മണ്ണുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കാം. അതൊക്കെ നല്ല ഫ്രഷ് തേന. അങ്ങോട്ട് വരുന്നുണ്ട്. ഈ പുറ്റുതേന ആകുമ്പോഴുള്ള പ്രശ്നം ഇങ്ങനെ ഇതുണ്ട് അല്ലേ? നടുക്കാണ്. അല്ലാത്ത ഈ മണ്ണിന്റെ ഒരു ഇതുണ്ടാവും അല്ലേ? അത് നോക്കിയെടുക്കണം അല്ലേ? ഇത് നമ്മൾ മാറ്റി വെക്കണം. ചേച്ചി ഇത് പൊട്ടിച്ചിട്ടോളി, അങ്ങനെ തരാം. അത് ഒഴിവാക്കിയിട്ട് നോക്കണം. സംഭവം അത്യാവശ്യം നല്ല അടകളുണ്ട്. കുഞ്ഞുമക്കളെ മാറ്റിയിട്ട് കവറിലിട്ടാൽ മതി. അതെ ബക്കറ്റ്. അങ്ങോട്ടുണ്ടോ? കുഴി കാണിച്ചിട്ട് കുഴിയല്ല, ഇത് ഒരെടുക്കുന്ന സ്ഥലം. അതൊക്കെ കളഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് പൊട്ടിച്ചേരി. കുത്തൂല കുത്തിയാലൊന്നല്ലേ കുത്തുകൊള്ളാൻ വയ്യ. ഈച്ചകളൊക്കെ ഇളകിട്ടോ. ഞാൻ പൊടിക്കാൻ നിൽക്കണോ? നല്ല ഈച്ച ഉണ്ട്. അപ്പേട്ടനെ അല്ല ചേച്ചിന്റെ അടുത്ത് കൊടുക്കണ്ട. ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചിട്ടാ പോരാ. ഇങ്ങനത്തെ ഒരു ഇതായിക്കോട്ടെ. നല്ല സ്ഥലത്തൊക്കെ നല്ല പുറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെഡി ആയിട്ട് എടുക്കാം. കറക്റ്റ് ആയിട്ട് കിട്ടും അല്ലേ? ചെളിയാവില്ല. മണ്ണാവാതെ കിട്ടും അല്ലേ? ഇതിപ്പോ അടിയുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയി വരുന്നത്. പക്ഷെ അത് പിഴിയുമ്പോഴേക്ക് നമുക്ക് കിട്ടാതെ വൃത്തിയായി കിട്ടും അല്ലേ? വൃത്തിയായി കിട്ടും. പക്ഷെ അത് അടിയിൽ മാത്രമേ മണ്ണുണ്ടാവുള്ളൂ. അത് നമുക്ക് ഇങ്ങനത്തെ തേന ആയതുകൊണ്ടാട്ടോ. അത് പാറയുടെ അടുക്കലൊക്കെ എന്തായാലും കുറച്ച് മണ്ണാവാതെ ഇത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നോക്കി മാക്സിമം എടുത്തിട്ട് നമ്മള് അടയിൽ തന്നെ മണ്ണുള്ള ഭാഗം മുറിച്ച് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സംഭവം ഒരു വൈബ് തന്നെ ഇട്ടത്. വന്നിട്ട് ഇങ്ങനെ ഒന്നുകൂടി ഉണ്ട് നോക്കണം. നല്ല അടകള് ഇതാ തേൻ ഉറ്റുന്നുണ്ട്. ചേച്ചിയുടെ കട ഇന്നലെ എടുത്തതിലും കൂടുതൽ തേൻ ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തേനുള്ള അടകളാണ്. നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതില് തേനില്ലാത്ത ചേച്ചിയെ അത് നമ്മുടെ മക്കളുള്ളതാണ്. അത് ഇവർ കൊണ്ടുപോകും. ഈ തേനുള്ളത് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ഇത് ഇവർക്ക് എന്താ കഴിക്കാനൊക്കെ എടുക്കും അല്ലേ? ഇതൊരു സെറ്റ് ആക്കിയിട്ട് എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പുറ്റുതേനായിട്ട് എടുത്തത്. നമ്മൾ പാറയുടെ ഉള്ളിൽ നിന്ന് പുറ്റുതേനായതുകൊണ്ട് കുറച്ച് മണ്ണിന്റെ ഇതൊക്കെ വരും. അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇനി വൃത്തിയിലെടുക്കണം. അപ്പൊ അപ്പോട്ട് നമുക്കിത് അട എങ്ങനെയാണ് ക്ലിയർ ആക്കി എടുക്കുന്നതിന് കറക്റ്റ് തേൻ കിട്ടേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നുണ്ട്. കടയുടെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല. അവിടെയൊക്കെ അവരൊക്കെ കുറച്ച് തേനൊക്കെ കിട്ടുന്ന പ്രതീക്ഷ പോലെ പോകുന്നുണ്ട്. ഞങ്ങളിനി ഞാനും റിച്ചൊക്കെ തിരിച്ചു പോവാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ തേന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്ത റിസ്കിനല്ല, അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടാണ് ഇവർ ഇപ്പോൾ ഈ പാറയുടെ അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഇതാക്കിയിട്ടാണ് ആ താഴ്ഭാഗത്തു നിന്നൊക്കെ ഇതാക്കിയിട്ട് കുറച്ച് ഇതാക്കിയിട്ടൊക്കെ നല്ല റിസ്ക് എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ മണ്ണ് മാന്തിയിട്ടൊക്കെ എടുത്തത്. അപ്പം എന്നാലേ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പോലെ റിച്ചോ എന്തായാലും ഇത് കഴിച്ചിട്ട് പോവാ. തേൻ നോക്ക്.